ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല. കുറച്ച് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും മെയിൽ അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോസ്മിൻ ഈ ഒരു 100 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആയി. ഞങ്ങൾക്കും വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി. ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. പ്ലേറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, ഡയറ്റ് ചെയ്യുന്ന കണ്ടിട്ട്, എക്സസൈസ് ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങൾക്കും വണ്ണം കുറയ്ക്കാനുള്ള ആ ഒരു ടെൻഡൻസി ജോസ്മിൻ തന്നെയാണ് ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായിട്ടോ ആ ഒരു മെസ്സേജും മെയിലും ഒക്കെ കണ്ടിട്ട്. വേറൊന്നുമല്ല, ഞാൻ വഴി ഒരാൾക്കൊരു അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പം എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നത് ഈ ഒരു 100 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ജേർണി ജോസ്മിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഒരു 22 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തല്ലോ, ജോസ്മിന് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ഡേ 1 തന്നെ എന്റെ 2-3 ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം എടുത്തു വെച്ചതാ. ഞാൻ വെയിറ്റ് മാത്രമേ വീക്കിലി നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഞാൻ എന്റെ ഫോട്ടോ എടുത്തപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും ഈ ഒരു ഫോട്ടോ ഒക്കെ കണ്ടപ്പം കരച്ചിലാണോ സന്തോഷമാണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്തതിന് ഒരു റിസൾട്ട് ഉണ്ടായല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആട്ടോ എനിക്ക് ഉണ്ടായേക്കുന്നത്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയിലായിരുന്നു. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു ആ ഒരു ഡേ 1 ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തേ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. ഇന്ന് ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തപ്പോൾ തന്നെ മനസ്സിലായി എന്തെല്ലാം ചേഞ്ചുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഇത് ഞാൻ എന്റെ പ്രത്യേകിച്ച് ഈ ഒരു ബാക്ക് സൈഡ് ഫോട്ടോ എന്തോരം ചേഞ്ച് അല്ലേ ശരിക്കും ഉണ്ടായേക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് ഡേ ഇട്ട വീഡിയോയും ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട വീഡിയോയിലെയും ആ ഒരു ഫേസ് കമ്പയർ ചെയ്തപ്പം അതിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് ഒരു വലിയ വട്ടം മുഖവും പിന്നെ അതൊരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തേക്കുന്ന വർക്കൗട്ട് വഴി എനിക്ക് ഉണ്ടായിരിക്കുന്ന ചേഞ്ച് തന്നെയാണ്. ഡയറ്റും എടുക്കണം, അല്ലാതെ ഒരിക്കലും നമുക്കൊരു വെയിറ്റ് ലോസ് പറ്റത്തില്ലെന്ന് അറിയാം എല്ലാവർക്കും. അപ്പൊ ഞാൻ ചെയ്തേക്കുന്ന വർക്കൗട്ട് എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുണ്ട്. ആ ഒരു വർക്കൗട്ടിന്റെ ചേഞ്ച് മാത്രമാണിത്. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ബാക്ക് ഫാറ്റ് ആണെങ്കിലും സൈഡ് ഫാറ്റ് ആണെങ്കിലും നമ്മുടെ ആം ഫാറ്റ് ആണെങ്കിലും ഫേസ് ഫാറ്റ് ഉൾപ്പെടെ അതിനെല്ലാത്തിനും ഒരു വർക്കൗട്ട് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറി ഇതൊരു ചെയ്തതിന്റെ മാത്രം ഒരു മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഇനിയും എനിക്ക് ദിവസങ്ങൾ മുൻപോട്ടേക്ക് പോകാനുണ്ട്. ഒന്നും ആയിട്ടില്ല. 24 ഡേയ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഇന്ന്. അപ്പം ഇനിയും 100 ഡേയ്സ് ഓഫ് വെയിറ്റ് ലോസ് ജേർണിയിൽ ഇനിയും കടക്കുന്ന ദിവസങ്ങൾ, ഇനിയും മുൻപോട്ടേക്ക് ആ ഒരു 100 ഡേയ്സ് കഴിഞ്ഞാലും ഇനിയും ഞാൻ ചലഞ്ച് വെക്കും. കാരണം ഇതെന്റെ ഒരു ലൈഫ് സ്റ്റൈലാക്കി എനിക്ക് മാറ്റണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ വേണം. എല്ലാവരെ പോലെ എനിക്കും നടക്കണം, എന്നെ കൊണ്ട് പറ്റും എന്നൊരു തോന്നൽ എനിക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെയൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ അപ്പത്തന്നെ ഇട്ടിട്ട് പോകും, അങ്ങനെയൊക്കെയായിരുന്നു. എനിക്ക് തന്നെ ഒരു വണ്ടറിങ് ആയിട്ടുണ്ട് ഇത്രയും ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് 21 ഡേയ്സ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗം ആകും എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. കാരണം ഞാനിപ്പം എന്റെ ലൈഫിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഒരു ദിവസം പോലും എനിക്ക് വർക്കൗട്ട് ചെയ്യാനിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഡയറ്റിന്റെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്ത് കഴിക്കുമ്പോഴും ഇത് നമ്മൾക്ക് കഴിക്കണോ വേണ്ടയോ, ഇപ്പം കഴിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത്രയും നാൾ ഞാൻ കഴിച്ചതല്ലേ, ഇനി ഇപ്പൊ വേണ്ട എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരണമെങ്കിൽ തന്നെ നമുക്കുണ്ടായ ഒരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ഇനി എനിക്ക് മുൻപോട്ടേക്ക് പോകാനുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു മോട്ടിവേഷനായി എന്നൊരു ഒരു മെസ്സേജും മെയിലും ഒക്കെ ഉണ്ടായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ മുൻപോട്ടേക്ക് പോകുന്നത്. ഇനിയും ദിവസങ്ങൾ പോകാനുണ്ട്. അപ്പം നമുക്കിനി കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.